ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കല്ലൂട്ടിയുടെ ഒരു ദിവസത്തെ ഫുഡിനെ കുറിച്ചാണ് കേട്ടോ. നമ്മൾ കല്ലൂട്ടിക്ക് ഒരു ദിവസം എന്തൊക്കെ ഫുഡാണ് കൊടുക്കുന്നതെന്നാണ് കാണിക്കുന്നത്. കൂടെ തന്നെ 6 മാസം മുതൽ 6 മാസം മുതൽ നമുക്ക് അങ്ങോട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഫുഡിനെ കുറിച്ച് ഒന്ന് പറയാവേ. അപ്പം നമ്മൾ കല്ലൂട്ടിക്ക് എന്താ കൊടുക്കുന്നതിനൂടെ ഒരു ദിവസം എന്തൊക്കെ കൊടുക്കുക എന്നുള്ളതോടെ നമുക്ക് കാണാം. അപ്പം എന്താണെന്ന് സോളിഡ് ഫുഡ്സിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പം നമ്മുടെ കല്ലൂട്ടി രാവിലെ 5 മണി 5:30 ആകുമ്പോഴത്തേന് എഴുന്നേൽക്കൂട്ടോ. അപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം കളിയും ചിരിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് വിശക്കും. ആ സമയത്ത് അവൾക്ക് നിർബന്ധമായിട്ടും ആഹാരം കഴിക്കാനായിട്ട് വേണം. ആ സമയത്ത് നമ്മൾ രാവിലെ അവൾക്ക് കേക്കാണ് കൊടുക്കുന്നത്. കേക്ക് കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഗോതമ്പിൻ്റെ ബിസ്ക്കറ്റ് കൊടുക്കും കേട്ടോ. അല്ലാതെ മൈദയുടെ ഒന്നും കൊടുക്കാൻ പാടില്ല. അത് കൂടുതലും കുട്ടികൾ 1 വയസ്സ് ആവാത്ത കുഞ്ഞുങ്ങളുടെ കാര്യം കേട്ടോ പറയുന്നത്. 6 മാസമൊക്കെയുള്ള കുഞ്ഞുങ്ങൾക്ക് മറ്റ് ബിസ്ക്കറ്റുകളൊന്നും കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം വിര ഉണ്ടാവും. ഒരു 7-8 മാസമൊക്കെ ആകുമ്പോഴത്തേന് അത്യാവശ്യം കുഴപ്പമില്ലാതെ കൊടുക്കാം. അപ്പോൾ രാവിലെ തന്നെ കല്ലൂട്ടിക്ക് കേക്കോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കേട്ടോ കൊടുക്കുന്നത് രാവിലെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവളുടെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് 9 മണിയൊക്കെ ആകുമ്പോഴത്തേന് അവൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ അപ്പോഴത്തെ ഏത്തയ്ക്ക നടുകെ ഇങ്ങനെ കീറിയെടുക്കും കേട്ടോ. കീറിയെടുത്തിട്ട് ആ ഉള്ളിൽ ആ കറുത്ത് കാണുന്നത് കൊടുക്കാൻ പാടില്ല. അതവർ കഴിക്കത്തില്ല കേട്ടോ. അത് കളയുക. അതിനൊരു കവർപ്പുണ്ടാവും. അപ്പോൾ അത് കളഞ്ഞിട്ട് ഇങ്ങനെ കീറിയെടുത്തതിന് ശേഷം നമ്മൾ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുന്നത് പോലെ തന്നെ കുറച്ച് മൈദമാവ് എടുത്തിട്ട് വളരെ കുറച്ച് മാത്രം മതി. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇടാം, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇട്ട് സ്വല്പം മധുരം കൂടി ഇട്ട് നന്നായിട്ട് കലക്കി അതിൽ മുക്കി നമുക്ക് ഏത്തയ്ക്ക മുക്കിയെടുത്തിട്ട് നമുക്ക് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാം കേട്ടോ. ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം നെയ്യിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. നെയ്യിലല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നെയ്യുള്ളതായിട്ട് നല്ലതാണ് കേട്ടോ. പ്രത്യേകിച്ച് വീട്ടിലുണ്ടാക്കുന്ന നെയ്യായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. കടയിലേക്കാട്ടിലും ബെസ്റ്റ് വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നെയ്ക്കകത്താണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ഓയിലാണെങ്കിലും കുഴപ്പമില്ല. പ്രത്യേകിച്ച് കുട്ടികൾക്ക് നെയ്യ് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പ്രത്യേകിച്ച് വീട്ടിലുണ്ടാക്കുന്ന നെയ്യ്, കടയിൽ നിന്ന് മേടിക്കുന്നതല്ല. അപ്പോൾ അങ്ങനെ അതൊന്നുണ്ടാക്കിയിട്ട് രാവിലെ അത് കൊടുക്കുന്നുണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ട്. ഇപ്പോൾ ഏത്തയ്ക്ക ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ കല്ലൂട്ടിക്ക് എല്ലാ ദിവസവും ഏത്തയ്ക്കയൊന്നുമല്ല കൊടുക്കുന്നത്. ഓരോ ദിവസം ചേഞ്ച് ചെയ്താണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പം ചില ദിവസങ്ങളിൽ അവൾക്ക് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പുട്ട്, ഇടിയപ്പം, ഇഡലി അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ രാവിലെ കൊടുക്കാറും. എല്ലാ ദിവസവും ഏത്തയ്ക്ക കാണില്ല. അപ്പോൾ ഉള്ള ദിവസം ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ നല്ല ചൂട് കാണും. അപ്പം ചൂടൊക്കെ ആറിയതിന് ശേഷം നമ്മൾ ഒരു ഏത്തയ്ക്കയുടെ പകുതിയാണ് കേട്ടോ ഇതെടുത്തിട്ടുള്ളത്, അത് കൊടുക്കും. അപ്പോൾ അതാണ് രാവിലെ അവളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അതേസമയം നല്ല പോലെ കുഞ്ഞുങ്ങൾക്ക് തിളപ്പിച്ചാറിച്ച വെള്ളം കുടിപ്പിക്കണം കേട്ടോ കുഞ്ഞുങ്ങളെ കൊണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് കുളിയൊക്കെ കഴിഞ്ഞ് അവൾക്കൊരു ഫ്രൂട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. ഒരു 11 മണി. ഈ സമയമൊന്നും അങ്ങനെ കറക്റ്റ് ആവണമെന്നില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സമയം മാറിയിരിക്കും. അപ്പോൾ അവൾക്ക് വിശപ്പ് വരുന്നൊരു സമയം നമുക്ക് അമ്മമാർക്ക് അറിയാൻ പറ്റില്ല. ആ ഒരു സമയത്ത് എന്തെങ്കിലും ഫ്രൂട്ട്സ് അവൾക്ക് കൊടുക്കും കേട്ടോ. പഴുത്ത മാങ്ങയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട് സ്റ്റീം ചെയ്താണെങ്കിലും കുഴപ്പമില്ല. ആപ്പിൾ സ്റ്റീം ചെയ്തത്, പിന്നെ ചിലപ്പം ഞാലിപ്പൂവൻ പഴമാണ് കേട്ടോ കൊടുക്കാറ്. അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കൊടുക്കും. അതിന് ഉച്ച സമയമാകുമ്പോഴത്തേന് 12:30 കഴിഞ്ഞിട്ട് എന്തായാലും ലഞ്ച് കൊടുക്കുകയുള്ളൂ കേട്ടോ കല്ലൂട്ടിക്ക്. അങ്ങോട്ട് 12 തൊട്ട് 2 മണി വരെ ഏതെങ്കിലും ഒരു സമയത്തായിരിക്കും ലഞ്ച് കൊടുക്കാറ്. അതിന് വേണ്ടിയിട്ട് വെജിറ്റബിൾ തന്നെയാണ് കേട്ടോ. നമ്മൾ 1 വയസ്സ് വരെ ഒന്നും മുട്ട, ഇറച്ചി, മീൻ അങ്ങനെ ഒന്നും തന്നെ കൊടുക്കുന്നില്ല. വെജിറ്റബിൾസ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ക്യാരറ്റും ബീറ്റ്റൂട്ടൂടെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചിലപ്പോൾ 2 നേരം കൊടുക്കും, അല്ലെങ്കിൽ 1 നേരം മാത്രമേ കൊടുക്കുകയുള്ളൂ കേട്ടോ. പിറ്റേ ദിവസത്തേക്ക് നമ്മളിത് എടുക്കത്തില്ല, ഫ്രിഡ്ജിൽ വെച്ചൊന്നും കൊടുക്കത്തില്ല കേട്ടോ കുഞ്ഞിന്. അങ്ങനെ നിങ്ങളും കൊടുക്കാൻ പാടില്ല. പിന്നെ ചെറിയൊരു സവാളയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇച്ചിരി. പിന്നെ പച്ചമുളകൊന്നും എടുത്തില്ല, അവൾക്ക് എരിവൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട്. പിന്നെ ഞാനിങ്ങനെ ചോപ്പറിനകത്ത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം പിടിയിൽ ഞാൻ ചോപ്പറിനകത്ത് അരിഞ്ഞെടുക്കാൻ പറ്റുമല്ലോ നമുക്ക്. പിന്നെ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കുട്ടികൾക്ക് ഞാൻ ഇവൾക്ക് കല്ലൂട്ടിക്ക് ഫുഡ് ഉണ്ടാക്കുന്ന എല്ലാം അവളുടെ തന്നെ ഒരു പാത്രത്തിലാണ് കേട്ടോ. എല്ലാവരുടെയും കൂടെ ഇറച്ചിയും മീനൊക്കെ വെക്കുന്ന പാത്രത്തിൽ ഞാൻ അവൾക്ക് ഫുഡ് ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ ഇത് സെപ്പറേറ്റ് അവൾക്ക് തോരൻ, കുറുക്ക അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ തേങ്ങയൊക്കെ തിരുമ്മിയിട്ട് തോരൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഉപ്പുപൊടി അല്ലാതെ മറ്റൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതും തോരനൊന്ന് വെച്ച്
നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ കുറുക്ക് കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇതിനിടയ്ക്ക് ആ ഫ്രൂട്ട്സ് കൊടുക്കുന്നൊക്കെ സമയത്ത് വേണമെങ്കിൽ കുറുക്കും കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കല്ലുട്ടിക്ക് ചോറ് കൊടുക്കാൻ നേരം ആകുമ്പോഴത്തേന് ഒരു ചട്ടി എടുത്ത് അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് നെയ്യ് ചൂടാക്കിയിട്ട് ചോറും അവൾക്ക് എന്താണോ കറി കൊടുക്കുന്നത് ആ കറിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കും കേട്ടോ. എന്നിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ ചോറിനകത്ത് നെയ്യ് ഒഴിക്കുന്ന സമയത്ത് നെയ്യ് ചൂടാക്കണം, ഇല്ലെങ്കിൽ കുട്ടികൾ കഴിക്കത്തില്ല കേട്ടോ. അതിനൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് നെയ്യ് അങ്ങനെ ഒഴിച്ച് ഡയറക്റ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കത്തില്ല. ആദ്യം കല്ലു അങ്ങനെ നെയ്യ് ഒഴിച്ച് കഴിക്കത്തില്ലായിരുന്നു. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ എന്നോടൊരു പ്രായമുള്ളൊരു അമ്മയാണ് കേട്ടോ പറഞ്ഞു തന്നത്, നെയ്യ് ചൂടാക്കി ചോറിൽ ആക്കി കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ കഴിക്കില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ തൊട്ട് കല്ലു അങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഈവനിങ് സമയം ആകുമ്പോഴത്തേനും നമ്മൾ കല്ലുകുട്ടിക്ക് വൈകിട്ട് ചിലപ്പം ചോറ് കഴിക്കും, അല്ലെങ്കിൽ ചിലപ്പം കഞ്ഞിയൊക്കെ ആയിരിക്കും കേട്ടോ കുടിക്കുന്നത്. ആ സമയത്ത് ഇങ്ങനെ ഇതൊരു ഉഴുന്ന് പോലത്തെ ചെറിയൊരു പരിപ്പുണ്ട്, ഡാൽ പരിപ്പ് എന്ന് പറയും. ഇത് കടയിൽ മേടിക്കാൻ കിട്ടും. ഇത് മേടിച്ച് നമ്മളിങ്ങനെ വേവിച്ച് തേങ്ങയും ജീരകപ്പൊടിയും കൂടെ ഒന്ന് അരച്ചൊഴിച്ച് ഇച്ചിരി ഉപ്പും ഇട്ട് നമ്മളിങ്ങനെ ഒരു പരിപ്പാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. ഇതിന് ഗ്യാസൊന്നും ഉണ്ടാവില്ല. അഥവാ ഗ്യാസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇച്ചിരി ഗ്യാസിൻ്റെ മരുന്നും കൂടി ഇത് കൊടുത്തതിന് ശേഷം ചോറുണ്ടതിന് ശേഷം കൊടുക്കാമെന്നാണ് കേട്ടോ വൈകിട്ട് സമയത്ത്. അപ്പം ഇതിനിടയ്ക്ക് കല്ലൂട്ടി അവൾക്ക് കിട്ടുന്ന എന്ത് കിട്ടിയാലും അവൾ കഴിക്കും കേട്ടോ. ഇതിപ്പോൾ ഇഡലിയാണ് കേട്ടോ കയ്യിലുള്ളത്. അതൊക്കെ ഏത് സമയത്ത് എപ്പോൾ കൊടുത്താലും കഴിക്കും കേട്ടോ അവൾ. അപ്പം നമുക്ക് എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ഇന്നതേ കൊടുക്കാവുള്ളൂ, ഇന്നത് കൊടുക്കില്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾ കഴിക്കുന്ന എല്ലാവർക്കും കൊടുക്കുക. പ്രത്യേകിച്ച് അവർ തന്നെ കഴിക്കാനായിട്ട് അവരെ കൊണ്ട് പഠിപ്പിക്കണം. അല്ല നമ്മളെപ്പോഴും വാരി കൊടുത്ത് താഴെ കളഞ്ഞോട്ടെ ഒന്നും ഒരു പ്രശ്നമാക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ കഴിപ്പിക്കാൻ തന്നെ ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ചോക്ലേറ്റ് കിട്ടിയാൽ അതും കഴിക്കും കേട്ടോ. അങ്ങനെ ഇവൾ കുറുക്ക് കുടിക്കത്തില്ല കേട്ടോ കല്ലൂട്ടി. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കുറുക്ക് കുടിക്കുമെങ്കിൽ കുറുക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം കുഞ്ഞുങ്ങൾ കഴിക്കുന്ന എന്തുവാണേലും കൊടുക്കുക. ഇപ്പം കല്ലൂട്ടിയുടെ കയ്യിലിരിക്കുന്ന ക്രീമാണ് കേട്ടോ, അവളെല്ലാം തന്നെ കഴിക്കും. പിന്നെ കുറച്ചൊക്കെ താഴെ കളയുന്നേ ഉള്ളൂ, അതൊന്നും ഞങ്ങൾ കാര്യമാക്കാറില്ല. കുഞ്ഞുങ്ങൾ തന്നെ കഴിക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. എനിക്കറിയാവുന്നതാണ്, ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. അപ്പം ബേബീസിന് എന്തൊക്കെ ഫുഡ് ഇനിയും കൊടുക്കാമെന്നുള്ളതൊക്കെ ഞാൻ ഒരു വീഡിയോ ആയിട്ട് വേറെ ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ കല്ലൂട്ടിക്ക് ഒരു ദിവസം കൊടുക്കുന്ന വീഡിയോ ആയിരുന്നു കേട്ടോ ഇന്നത്തേത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പം നമ്മുടെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം.